വീണ്ടും നമ്മൾ മുണ്ടക്കൈയിലേക്ക് പോവുകയാണ്. അലമീൻ തുടരുന്നുണ്ട്. അമീൻ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? വിനിത, പരിശോധന കഴിഞ്ഞ് സന്നദ്ധ സംഘടനകളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും JCBക്കും മടങ്ങുകയായിരുന്നു. മുണ്ടക്കൈയിലെ പള്ളി പരിസരത്തായിരുന്നു ഈ JCB പരിശോധന നടത്തിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ പരിശോധന കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകർ ഇത് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഇവർ പറയുന്നത് ചില മേഖലകൾ കൂടി പരിശോധിക്കാനുണ്ട്, അത് പരിശോധിച്ചിട്ട് മടങ്ങിയാൽ മതി. 5 മണി ഡ്യൂട്ടി സമയമാണോ എന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ബ്രോ, എന്താണ് ഒരു പ്രതിഷേധത്തിന്റെ കാര്യം? എന്താ അവിടെ ഏകദേശം മുകൾ ഭാഗത്ത് വരെ തെരഞ്ഞെത്തിയിട്ടുണ്ട്. അവിടെ ഒരു 2 മിനിറ്റ് തെരയാനുള്ള സ്ഥലമാണ് ബാക്കിയുള്ളത്. അവിടെ ഇപ്പോൾ അവർ സമയമായി 5 മണി സമയമായെന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും കുറെ ആവശ്യപ്പെട്ടു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു താമസം, ആ സമയത്താണ് അവരിവിടെ എത്തിയത്. പരിശോധന തുടരണമെന്നുള്ളതാണോ? തുടരണം. ആ ഒരു ഭാഗത്ത് തീരെ തഴയാത്ത പകുതി ചെയ്തു വെച്ച സ്ഥലമാണ്, അത് ക്ലിയർ ചെയ്ത് പോയിക്കൂടെ, അത്രേ ഉള്ളൂ. അപ്പൊ തീയാണ് ചില ഉദ്യോഗസ്ഥന്മാരെ ചില മർക്കട പുഷ്ടി, അത്രേ ഉള്ളൂ. വേറെ അവരെന്താ കാരണം പറയുന്നത്? അവർ കാരണം വരുന്നില്ല. സമയമായിരുന്നു 2 പോയിന്റ് കോരിയാൽ മതി, അവിടെ ക്ലിയർ ആവും. അവരത് കോരിയിട്ട് സമയത്തിനല്ല സാർ എടുക്കേണ്ടത്. ഇതിനാരും ടൈം ടേബിളും സമയവും വെച്ചിട്ടും ജോലിയും വെച്ചിട്ടല്ല ഇവിടെ കൂലി കിട്ടിയിട്ടല്ല ഇവിടെ ആരും വന്നത്. ശരി അമീൻ, ഇപ്പോൾ അത് തുടരാൻ തീരുമാനമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംസാരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ട് ആ JCB തിരികെ കയറ്റുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കൈയിൽ സുദേവന്റെയും നാസറിന്റെയും സുനിൽകുമാറിന്റെയും ഒക്കെ വീട്ടു പരിസരമൊക്കെ നേരത്തെ പരിശോധന നടത്തി പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് ആ ജംഗ്ഷനിലും അതുപോലെ തന്നെ മുണ്ടക്കൈ പള്ളിയുടെ പരിസരത്തുമൊക്കെയാണ് ആ പരിശോധന നടന്നത്. പക്ഷേ ശരി, ഏതായാലും നാട്ടുകാർ പ്രതിഷേധിച്ചതിന് പിന്നാലെ, അവിടെയുള്ള രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ പ്രതിഷേധിച്ചതിന് പിന്നാലെ വീണ്ടും JCB ഉപയോഗിച്ചുള്ള പരിശോധന അവിടെ നടത്താൻ പോവുകയാണ്. വളരെ ചെറിയൊരു പ്രദേശത്ത് മാത്രമാണ് തിരച്ചിൽ നടത്താനുണ്ടായിരുന്നത് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥർ, പോലീസുകാരൊക്കെ ഇടപെട്ട് അവിടെ വീണ്ടും JCB ഉപയോഗിച്ച് തിരച്ചിൽ നടത്താൻ പോവുകയാണ്. തിരച്ചിൽ തുടരാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു എന്നാണ്. അലമീൻ, മേഖലയിൽ വീണ്ടും തിരച്ചിൽ തുടരാൻ പോവുകയാണ്. നമുക്കറിയാം, അങ്ങനെ നിരവധി ഇടങ്ങൾ ഉണ്ടായിരിക്കണം, പലരുടെയും വീടുകൾ നിന്ന ഇടം. എല്ലായിടത്തും ഇത് തിരച്ചിൽ നടത്തിയോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് കൂടിയുണ്ട്. നാട്ടുകാരുടെ ഈ പ്രതിഷേധം സ്വാഭാവികവുമാണ്.